നിന്റെ കയ്പന്മാരോടി നീ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ട ഒരു മനുഷ്യനെ അത്രത്തോളം നാണം കെടുത്തിരുന്നു. ആ മനുഷ്യൻ ഇന്ന് ജീവനോടില്ല. ഇന്നലെ രാത്രി അദ്ദേഹം തൂങ്ങി മരിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയാണ് തോന്നുന്നു, ദീപക് എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിനും പോയി, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്, മക്കൾക്ക് പോയി, ഭാര്യയ്ക്ക് പോയി. അപ്പൊ ഇതിൽ നീ എന്താണ് നേടിയത്? നീ കുറച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനത്തെ വീഡിയോസ് തൂക്കി പിടിച്ച് എടുത്തിട്ട് നീ ഈ വീഡിയോ ഇട്ട് പോസ്റ്റ് ചെയ്തതിന് ശേഷം അതിന് താഴത്ത് വന്ന കമന്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 95% ആൾക്കാരും നിനക്കെതിരാണ്. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. നീ അങ്ങോട്ട് പോയിട്ട് മുട്ടുന്ന രീതിയിലാണ് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഏതൊരാൾക്ക് മനസ്സിലാവും. ഓക്കെ, നിനക്ക് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നീ ഫ്രണ്ട് കൂടെ കയറിയാൽ പോരെ. നീ ബാക്കിൽ കൂടെ കയറിയിട്ട് അദ്ദേഹം മനസ്സിലാകുന്നുണ്ട്, അദ്ദേഹം അറിയാതെ തട്ടുന്ന നമുക്ക് മനസ്സിലാവും. അദ്ദേഹം നീ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ഇട്ട് അദ്ദേഹത്തിന് അത്രത്തോളം നാണം കെടുത്തി. ആ അപമാന ഭാരത്തിൽ അദ്ദേഹം പോയിട്ട് ഇന്നലെ രാത്രി തൂങ്ങി. ആ കുടുംബത്തിന് പോയി. ഇനി അദ്ദേഹത്തിന്റെ ശവം കൂടെ ഉണ്ട്, അത് പോയിട്ട് നീ പച്ചക്ക് പോയി തിന്നോ. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇതുപോലത്തെ കുറെ ഇറങ്ങിയിട്ടുണ്ട് ബസ്സിൽ. ആ വീഡിയോ കണ്ടതിന് 95% ആൾക്കാരും കമന്റ് ചെയ്തത് നിനക്കെതിരാണ്. നിനക്ക് നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് ആ വീഡിയോ നീ പോസ്റ്റ് ചെയ്ത് അത്രയും നെഗറ്റീവ് കമന്റ് വന്നതിന് ശേഷം നീ പോയി വീട്ടിൽ പോയി വീണ്ടും ന്യായീകരിക്കാൻ പോസ്റ്റിംഗ് കിട്ടില്ലേ? വ്യൂസ് കയറാൻ വേണ്ടിട്ട്. നിനക്ക് മനസ്സിലായി നീ ചെയ്ത് തെറ്റാണ്. ഈ തന്തയില്ലാത്ത പണിയായി ചെയ്തെന്നുള്ള നിനക്ക് മനസ്സിലായി. അപ്പൊ നീ എന്ത് ചെയ്തു? വീട്ടിൽ പോയിട്ട് വീണ്ടും ന്യായീകരിക്കാൻ പോസ്റ്റ് ഇട്ട്. ഒരു കുടുംബം ഇല്ലാതാക്കി നീ എന്ത് നേടി? മില്യൺ കണക്കിന് വ്യൂസ് നേടിയോ? അതിൽ കിട്ടുന്ന ഡോളർ നേടിയോ? ഒരു കുടുംബം മൊത്തം ഇല്ലാണ്ടാക്കിയില്ലേ? പുരുഷ കമ്മീഷനോട് പറയാനുള്ള വെച്ചാൽ ഇത് ഇവളുമാരെപ്പോലുള്ള ആൾക്കാർ ഒറ്റൊന്നിനും വെറുതെ വിടരുത്.